നമസ്കാരം. അയ്യപ്പനും ഗണപതിയും ഭദ്രകാളിയും ഒക്കെ മിത്താണ് എന്ന് പ്രസംഗിച്ച് നടക്കും. ഇതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് നടക്കും. എന്നിട്ട് നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ അവരെയൊക്കെ തന്നെ പിടിച്ച് ആണയിടേണ്ടിയും വരുന്നു. ഗതികേടെ, നിന്റെ പേരോ കമ്മ്യൂണിസം? തക്ക ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയാണ്, അയ്യപ്പൻ കൊടുക്കും, പിന്നെ അവിടുത്തെ ഭദ്രകാളിയും കൊടുക്കും. ഇതാ കണ്ടോ, റെയിൻകോട്ട് സഖാവ് അയ്യപ്പൻ, ഭദ്രകാളി, ശിക്ഷ, ദോഷം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു. 10 വോട്ടിന് വേണ്ടി റെയിൻകോട്ട് മാറുന്നത് പോലെ, അല്ല ഡ്രസ്സ് മാറുന്നത് പോലെ നിലപാടുകൾ മാറ്റാൻ പറ്റുമല്ലേ എണ്ണ? അല്ല, ഈ നിലപാട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പെടാപ്പാടിൻ്റെ പര്യായമാണെന്നോ? നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അറിഞ്ഞുകൂടാ. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ ഒരു കാര്യത്തെ പറ്റി? ഉണ്ടോ? ഇല്ല. എവിടെ? മുല്ലൂർ അമ്പലത്തിൽ ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഒരു വാളും കൂടെ കൈ കൊടുത്തിരുന്നെങ്കിൽ ഉറഞ്ഞു തുള്ളിയേനെ. ആ തലയാട്ടും ആ വിശ്വാസമൊക്കെ കണ്ടോ? ഉറച്ച വിശ്വാസമാണെന്ന് തോന്നല്ലോ കടകംപള്ളി സുരേന്ദ്രൻ ചേട്ടാ. ഇത്രയും വിശ്വാസമുള്ള ആളാണോ അമ്പലനടയിൽ ചെന്നിട്ട് കൈ എവിടെ വെക്കണമെന്നറിയാതെ കടന്ന് പെടാപ്പാട് പെട്ടത്? ഒന്ന് കൈ പൊക്കി തൊഴാൻ അങ്ങോട്ട് പൊങ്ങിയില്ലായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ അവരെയൊക്കെ തന്നെ പിടിച്ച് ആണയിടുന്നു. ഗതികേടാകാം, പക്ഷെ ഇത്ര അധപ്പതിച്ച ഗതികേടാകരുതേ. ആർക്കും ഈ ഒരു അവസ്ഥ വരുത്തരുതേ മിത്തപ്പ. കൃത്യമായിട്ട് കിട്ടിയിരിക്കും. ഭദ്രകാളിയെ വെച്ചാ കളിച്ചത്. ഭദ്രകാളിയൊക്കെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരമാണ് നമ്മൾ അടുത്ത മാസം അറിയാൻ പോകുന്നത്. അതങ്ങ് മാറ്റി വെച്ചേര്. കൊള്ളയടിക്കാവുന്ന മാക്സിമം അമ്പലത്തിൽ കയറി കൊള്ളയടിച്ചിട്ട് അതിന് കൂട്ട് നിൽക്കുകയും ചെയ്ത് എന്നിട്ട് അത് മൂടി വെക്കുകയും ചെയ്ത് അവസാനം നിക്കക്കളി ഇല്ലാതെ വന്നപ്പോൾ അവരെയൊക്കെ പിടിച്ച് ആണയിടാനും ഇറങ്ങി. ഇതെല്ലാം കാണേണ്ടി വരുന്ന ഞങ്ങളുടെയും ഗതികേട് അത് പറഞ്ഞാൽ മതി. ദേവീദേവന്മാരെ എല്ലാം തൊട്ട് കളിച്ച് പണി വാങ്ങിച്ചിട്ട് നാട്ടുകാരെ പഠിപ്പിക്കാൻ നടക്കുന്നു. ഭദ്രകാളി വെച്ച് കളിച്ചാലുണ്ടല്ലോ അതിന് വിവരം അറിയും. വിശ്വസിച്ച് തന്നെ പറയുന്നത്. ഇത്ര ഗതികെട്ട് ജീവിക്കുന്നതിനേക്കാളും ഭേദം, ഇല്ല ഇത്ര അധപ്പതിച്ച് ഈ അധികാരത്തിൽ തുടരാനുള്ള ആക്രാന്തം കാണിക്കുന്നതിനേക്കാൾ ഭേദം അതങ്ങ് ചെയ്തൂടെ? വിശ്വസിച്ച് തന്നെ ഞാൻ പറയുന്നത്. ഭദ്രകാളി വെച്ച് നിങ്ങൾ കളിച്ചു, അതിനുള്ള ശിക്ഷ അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ശിക്ഷയായിരിക്കും. അത്രേ പറയാനുള്ളൂ. ദൈവത്തെ തൊട്ട് കളിച്ചോ? ദൈവം തരുന്ന ശിക്ഷ ഉണ്ടല്ലോ, അടിവേറും ഒന്നും താങ്ങി നിന്നാലൊന്നും താങ്ങാൻ പറ്റത്തില്ല. ആ പറഞ്ഞ താങ്ങലൊന്നും ആയിരിക്കത്തില്ലായിരിക്കും താങ്ങുന്നത്. ആ താങ്ങാൻ പറ്റാത്ത ശിക്ഷ അനുഭവിക്കാനൊക്കെ തയ്യാറായിട്ട് തന്നെയാണോ അണ്ണ ഈ മലർന്നിരിക്കുന്നത്? 2021 ശിക്ഷ ലഭിച്ചു. പഠിച്ചിട്ടില്ല അന്ന് അയ്യപ്പൻ കൈവിട്ടില്ല. ആ നോട്ടം ഇരിപ്പൊക്കെ കണ്ടോ? ഇനി എന്നാണോ കാവി എടുത്ത് രുദ്രാക്ഷമൊക്കെ ചാർത്തി ഭസ്മവും പൂശി ഞങ്ങൾ കാണേണ്ടി വരുന്നത്? അല്ല, ഏത് വേഷം വേണേ കെട്ടിക്കോളും. സീസണൽ ഭക്തി എന്നും പറയാൻ പറ്റത്തില്ല, ഈ സീസണൽ കപടഭക്തി. ഇത് പക്ക ക്രിമിനലുകളിൽ പോലും കാണാത്ത ഒരുതരം ഭാവഭേദങ്ങളൊക്കെയാണ് ഇവരിൽ കാണുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഏത് പാർട്ടി ക്ലാസ്സിൽ പങ്കെടുത്ത ഇത്രയും വിദഗ്ധരായത് ഈ കാര്യത്തിൽ? ആ ഗോവിന്ദച്ചാമിക്കൊക്കെ ഇടയ്ക്കൊരു ക്ലാസ് എടുക്കാൻ പോണേ. 2021 കടകംപള്ളി സുരേന്ദ്രനെ അയ്യപ്പനാണ് സംരക്ഷിച്ചത്. എൻ്റെ ദൈവമേ, ഇതൊക്കെ കേൾക്കേണ്ടി വരുന്ന ഞങ്ങളുടെ അവസ്ഥ. കടകംപള്ളി സുരേന്ദ്രനെ അയ്യപ്പനാണ് സംരക്ഷിച്ചതെന്ന്. ചരിത്ര വിജയമാണ് ഈ മണ്ഡലത്തിൽ കടകംപള്ളി കിട്ടിയത്. അയ്യപ്പൻ കൂടെ ഉണ്ട്. പറഞ്ഞപ്പോൾ ആ മുഖത്തുണ്ടായ ഭാവവ്യത്യാസം കണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം ഉണ്ണിയാണ്. അണ്ണാ ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിക്കുന്നത്. ദൈവം നിങ്ങളെ രക്ഷിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വല്ല ബോധമുണ്ടോ? അതോ എല്ലാത്തിൻ്റെ സമനില ഒന്നിച്ചു തെറ്റിയതായിരിക്കുമോ? ഒരാൾ അവിടെ കിടന്ന് നാട്ടിലുള്ള മുഖ്യമന്ത്രിമാരെ എല്ലാം ഡാഷ് മോനെ, അങ്ങനത്തെ മോനെ, ഇങ്ങനത്തെ മോനെ തെറി വിളിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നു. കുറേ എണ്ണങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നു. ശിവൻകുട്ടി എണ്ണം കഴിഞ്ഞ ദിവസം അമ്പലനടയിൽ ചെന്ന് പ്രസാദവും വാങ്ങിച്ച് തൊഴുത് കുറിയും തൊട്ട് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ട് കുറച്ച് കഴിഞ്ഞ് മാറി നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. എല്ലാത്തിൻ്റെ ഇളകിയോ? അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. തെറ്റണം, എല്ലാത്തിനും സമനില തെറ്റണം. ചരിത്ര വിജയമാണ് ഈ മണ്ഡലത്തിൽ കടകംപള്ളി കിട്ടിയത്. അയ്യപ്പൻ കൂടെ ഉണ്ട്. അയ്യപ്പൻ കൂടെ ഉണ്ടാകട്ടെ. കൂടെ ഉണ്ടാകണമല്ലോ. കൂടെ നിന്ന് പണിത പണിക്ക് തിരിച്ച് പണി തരണ്ടേ? കൂടെ ഉണ്ടാകും, പേടിക്കണ്ട. നിങ്ങളെ വിട്ടത് ഒഴിയത്തില്ല. കൊച്ചു കള്ള, റെയിൻകോട്ടൊക്കെ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ടോ? അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കളഞ്ഞിട്ടില്ല. ഏത്? മറ്റേ റെയിൻകോട്ടോ? അതാണോ കളഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു? പക്ഷെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്നവർ കേട്ടാ മോശം. മൊത്തം നാറിയവർക്ക് എന്ത് നാറ്റം.
റെയിൻകോട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആകെ ശരീരഭാഷ മാറി. അണ്ണാ പിന്നെ ഒരു കാര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ചേട്ടൻ ഇവരിൽ നിന്നൊക്കെ മാറ്റി നിർത്തണം, ഒന്നാം സ്ഥാനം കൊടുക്കണം. അതേത് കാര്യത്തിനാണെന്ന് അറിയാമോ? ആ അഭിപ്രായങ്ങൾ മിനിറ്റിനല്ല സെക്കൻഡിന് മാറ്റി മാറ്റി പറഞ്ഞോളൂ. അത് ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പറഞ്ഞോളൂ. അന്ന് അവിടെ സ്ത്രീകൾ ശബരിമല കയറിയപ്പോൾ സ്ത്രീകൾ കയറുന്നത് കൊണ്ട് എന്താ കുഴപ്പം, ആർക്കാ നഷ്ടം, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കയറാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ 5-6 ദിവസം മുമ്പ് പറഞ്ഞത് അവിടെ ഭക്തരാണ് കയറാനുള്ളത്, ശബരിമല ഭക്തർക്കുള്ളതാണ്, അല്ലാതെ കണ്ട ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ളതല്ല എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തൻ ഒരു വിപ്രദോഷം അവിടെ ഒന്ന് പറഞ്ഞായിരുന്നു. അത് പിന്നെ നാക്കെടുത്ത നാറ്റം ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് വാചാലരാകണ്ട. ആര്? നമ്മുടെ തെറിയാശാൻ പറഞ്ഞായിരുന്നല്ലോ, അയ്യപ്പനെ പ്രസവിച്ചത് ഒരു സ്ത്രീയല്ലേ, അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് അവിടെ കയറിയാൽ എന്താ, യുവതികൾക്കാണ് അവിടെ പ്രവേശനം ഇല്ലാത്തത് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം പോലും അറിഞ്ഞുകൂടാ. ഒറ്റയെണ്ണത്തിന് വിവരമില്ല. അതാണ് ഇവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. തക്ക ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയാണ്, അയ്യപ്പൻ കൊടുക്കും, പിന്നെ അവിടുത്തെ ഭദ്രകാളിയും കൊടുക്കും. ആറ്റുകാലമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ തൊഴണമെന്നുള്ള ഒരു പേടി കൊണ്ട് കൈയെടുത്ത് അവിടെ വയ്ക്കുന്നു, ഇവിടെ വയ്ക്കുന്നു, അവിടെ വയ്ക്കുന്നു. അയ്യപ്പൻ്റെ മുന്നിൽ ചെന്നപ്പോൾ അടിവയറ് താങ്ങുന്നു, നിതമ്പം താങ്ങുന്നു, എവിടെ കൊണ്ട് വെക്കണമെന്നറിയത്തില്ല. ആ ആള് കിടന്ന് വാചാലനായ ആക്കം, അതും നമ്മുടെ മുന്നിൽ. ഒരു ഇലക്ഷൻ മനുഷ്യരെ പോലെ തോന്നിക്കുന്ന ആളുകളിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കൂ? അധികാരം എന്ന് പറയുന്ന സാധനത്തിന് ഇമ്മാതിരി ലഹരി ഉണ്ടോയെന്നാണ്. അതിൽ തൂങ്ങിക്കിടക്കാൻ വേണ്ടി, ആ കസേരയിൽ കയറി ഇരിക്കാൻ വേണ്ടി ഇത്രയും അധപ്പതിക്കാവോ? മുല്ലൂർ അമ്പലത്ത് ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടിയിരിക്കും. എന്നാലും നമ്മുടെ സ്ഥാനാർത്ഥി ഇത്രയും വലിയ ദൈവവിശ്വാസിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. അയ്യപ്പൻ, ഭദ്രകാളി, ഗണപതി എല്ലാവരുടെയും പേരൊക്കെ പറയാൻ പഠിച്ചല്ലോ. ഇത്രയും വിശ്വാസം ഉണ്ടായിരുന്നല്ലേ കയ്യിൽ. ഇതും വെച്ചോണ്ടാണ് കള്ള റെയിൻകോട്ടെ. ഇനി വീണ്ടും അമ്പലത്തിന്റെ നടയിൽ ചെന്നത് ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിവേറ് താങ്ങണം, നമ്മുടെ വാസവൻ കൊച്ചേട്ടനെ പോലെ. ഭദ്രകാളി വെച്ച് കളിച്ചാലുണ്ടല്ലോ അതിന് വിവരം അറിയും. വിശ്വസിച്ച് തന്നെ പറയുന്നത്. 2026 ജീവിച്ചിരിക്കുന്നവർക്ക് മാർക്സിസം കൺമുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ച ലൈവായിട്ട് കാണാൻ പറ്റി എന്നുള്ള ഒരു ഭാഗ്യം കിട്ടി. കിണ്ടിയും മൊന്തയും ഉൾപ്പെടെ സ്വർണ്ണ നിറത്തിലുള്ള സകലതും ശബരിമലയിൽ നടിച്ചുകൊണ്ട് പോയിട്ടും ഇരുന്ന് അയ്യപ്പൻ്റെയും ഭദ്രകാളിയുടെയൊക്കെ പേരിൽ ആണയിടാൻ കാണിക്കുന്ന ധൈര്യം, മനസാന്നിധ്യം അഭിനന്ദനാർഹം തന്നെ. ഭദ്രകാളി വെച്ച് കളിച്ചാലുണ്ടല്ലോ അതിന് വിവരം അറിയും. വിശ്വസിച്ച് തന്നെ പറയുന്നത്. അപ്പൊ ഈ വിശ്വാസത്തിന്റെ സീസൺ നാളെ വരെ കൂടെ ഉണ്ടാവും അല്ലേ? അത് കഴിയുമ്പോൾ തമ്പുരാന്റെ കാല് നക്കല് പിന്നെയും തുടങ്ങും. തക്ക ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറയാണ്, അയ്യപ്പൻ കൊടുക്കും, പിന്നെ അവിടുത്തെ ഭദ്രകാളിയും കൊടുക്കും. അമ്പലത്തിൽ പോയി ഒന്ന് തൊഴാൻ തോന്നിയാൽ പാർട്ടിക്ക് വിശദീകരണം കൊടുക്കേണ്ട അവസ്ഥയിലുള്ള ആളാ ഇലക്ഷൻ പ്രമാണിച്ച് അയ്യപ്പനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അയ്യപ്പോ കൂടെ തന്നെ ഉണ്ടാവണേ, അങ്ങേറെ ആഗ്രഹം അങ്ങ് നിറവേറ്റി കൊടുക്കണേ. അങ്ങേര് പറഞ്ഞതുപോലെ തന്നെ ചെയ്തതിനെല്ലാം കൈ നിറച്ചല്ലേ എണ്ണ വേണ്ടത്, കൈ നിറയെ അങ്ങ് കൊടുത്തേക്കണേ. തരും കേട്ടോ, വയറ് നിറച്ചും തരും, വിഷമിക്കണ്ട.